പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ VHSC ഒന്നാം വർഷ ഏകജാലക പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന വിധമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സൈറ്റിൽ എത്തിച്ചേർന്നാൽ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് പ്രോസ്പെക്ടസ് വായിച്ച് ഇതിലെ ക്ലോസുകളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മൊബൈൽ ലഭ്യമാണ് എന്നുള്ളതും നമ്മൾ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നു. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ആദ്യം കാൻഡിഡേറ്റ് നെയിമാണ്, അപേക്ഷകൻ്റെ പേരാണ് നൽകേണ്ടത്. ഇവിടെ നമ്മൾ കൃത്യമായി പേര് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പേര് കൃത്യമായി നൽകുവാൻ ശ്രദ്ധിക്കുക. അത് പിന്നീട് തിരുത്തുന്നത് സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. തുടർന്ന് മൊബൈൽ നമ്പർ, ഈ മൊബൈൽ നമ്പറാണ് യൂസർ ഐ ഡി ആയിട്ട് വരുന്നത്. വീണ്ടും ഒന്നും കൂടി മൊബൈൽ നമ്പർ നൽകി മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. പാസ്വേഡ് നൽകുക. അതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ക്യാപിറ്റൽ ലെറ്ററും നമ്പറുകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പാസ്വേഡ് വീണ്ടും നൽകി കൺഫേം ചെയ്യുക. തുടർന്ന് ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷൻ്റെ ആദ്യ ലെവൽ കംപ്ലീറ്റ് ചെയ്യുക. തുടർന്ന് സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണാം. ഈ മൊബൈലിലേക്ക് OTP ഇപ്പോൾ വരുന്നതാണ്. ഈ വരുന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. തുടർന്ന് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണാം. ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. തുടർന്ന് നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ ലോഗിൻ വിൻഡോയിലേക്ക് എത്താം. ലോഗിനിലെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ്. നമ്മൾ ആദ്യം നൽകിയ മൊബൈൽ നമ്പർ, രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ കൊടുക്കുക. പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തു. ഇവിടെ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ്. ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലെ ഈ വിവിധ സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വേണം നമുക്ക് അപേക്ഷ പൂർത്തീകരിക്കുവാനായിട്ട്. 10ാം ക്ലാസ്സിലെ സ്കീം ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ വർഷത്തെ SLC ആണ്. SLC 2024-25 എന്ന് കാണാം. അതിന് മുമ്പുള്ളതാണെങ്കിൽ അടുത്ത ഓപ്ഷൻ കാണാം. പിന്നെ CBSE തരത്തിലുള്ള നമ്മുടെ ഏത് സ്കീമിൽ പെട്ടതാണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. SLCയുടെ അല്ലെങ്കിൽ ഏതാണ് സ്കീം അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. പാസ്ഡ് ഇയർ, പാസ്ഡ് മന്ത് അതവിടെ വരുന്നുണ്ട്, കറക്റ്റാണ് നോക്കുക. ജില്ല നോക്കുക. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ അപേക്ഷിക്കുന്ന ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ബേസിക് ഡീറ്റെയിൽസിൽ 10ാം ക്ലാസ് പഠിച്ച സ്കൂൾ സെലക്ട് ചെയ്യുക. അതിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളാണെങ്കിൽ സ്കൂളുകൾ അതിൽ നിന്ന് ഓപ്റ്റ് ചെയ്യാം. അല്ല മറ്റ് സ്കൂളുകളാണെങ്കിൽ അതേഴ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതിയാകും. തുടർന്ന് അപേക്ഷകൻ്റെ പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, ഗാർഡിയൻ, ജെൻഡർ, ആധാർ നമ്പർ, കാസ്റ്റ് കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ തുടങ്ങിയവ എൻ്റർ ചെയ്യുക. ഇതിലെ കാസ്റ്റ് കാറ്റഗറി വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇതനുസരിച്ച് റിസർവേഷൻ ഉള്ളതുകൊണ്ട് കാസ്റ്റ് കാറ്റഗറി പ്രോസ്പെക്ടസ് നോക്കി അതിൽ നൽകിയിരിക്കുന്നത് തന്നെ കൃത്യമായി നമ്മുടെ ബാധകമായിട്ടുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എൻ്റർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റിലീജിയൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെതർ BPL ആണോ എന്നൊരു ചോദ്യമുണ്ട്. BPL ആണെങ്കിൽ BPL എന്ന് മാർക്ക് ചെയ്യുക. 10ാം ക്ലാസ് പാസ്സാവുന്നതിന് എത്ര ചാൻസ് എടുത്തു എന്നുള്ളതും ഗ്രേസ് മാർക്ക് ലഭ്യമായിട്ടുണ്ടോ എന്നും ചോദ്യമുണ്ട്. അത് രണ്ടും കൊടുക്കുക. കോൺടാക്റ്റ് ഡീറ്റെയിൽസാണ് തുടർന്ന് നൽകേണ്ടത്. അവിടെ ജില്ല, സ്റ്റേറ്റ് തൊട്ട് ജില്ല, താലൂക്ക്, നമ്മുടെ ലോക്കൽ ബോഡി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പെർമനൻ്റ് അഡ്രസ്സ് ഇവയെല്ലാം കൊടുക്കുക. തുടർന്ന് അതർ ഡീറ്റെയിൽസിൽ ബാധകമായിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഫിഷർമാൻ, OH, ബ്ലൈൻഡ്, ഡെഫ്, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അതെല്ലാം ID ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഭാഷാപരമായ ന്യൂനപക്ഷം, ഇതെല്ലാം ഇവിടെ ബാധകമായിട്ടുള്ളത് കൊടുക്കുക. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 40% ബിലോ ആണോ എബോ ആണോ എന്ന ചോദ്യമുണ്ട്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 40% എബോ ഉള്ളവർക്കാണ് പ്രത്യേക പരിഗണനയ്ക്ക് അർഹത ലഭിക്കുന്നത്. ഇവിടെ തുടർന്ന് നമ്മുടെ ഗ്രേഡ് ഡീറ്റെയിൽസ് കാണുവാനായിട്ട് സാധിക്കും. ഗ്രേഡ് ഡീറ്റെയിൽസ് SLCD ആണെങ്കിൽ അവിടെ ലഭ്യമാകും. അത് കറക്റ്റാണ് സേവ് ചെയ്ത് കൊടുത്താൽ മതിയാവും.
CBSE ഒക്കെ ആണെങ്കിൽ മറ്റ് സ്കീമുകളാണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് നമ്മൾ ഓപ്ഷൻ എൻ്റർ ചെയ്യുകയാണ്. ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നത് ഫസ്റ്റ് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് സ്കൂളാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നൽകേണ്ടത് ആ സ്കൂള് ആദ്യം സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ആ സ്കൂളിലെ ഏത് കോഴ്സാണ് നൽകേണ്ടത്. അപ്പോൾ സ്കൂളും ആ സ്കൂളിലെ ഏത് കോഴ്സും അതാണ് നമ്മുടെ ഒരു ഓപ്ഷനായിട്ട് വരുന്നത്. ആ ഓപ്ഷനിൽ കോഴ്സ് ഏതാണെന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ആ ഓപ്ഷൻ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു, ഫസ്റ്റ് ഓപ്ഷനായി. തുടർന്ന് വീണ്ടും അടുത്ത ഓപ്ഷനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളും കോഴ്സും സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ ആഡ് ചെയ്തു. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് 1 by 1 ആയിട്ട് നമുക്ക് ഇതുപോലെ നൽകാവുന്നതാണ്. ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. സേവ് ലാസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്ത് എല്ലാ ഓപ്ഷനും സേവ് ചെയ്യുക. തുടർന്ന് ഫയൽ അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബോണസ് പോയിൻറ്റിന് അർഹതയുള്ള ഒരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് SPC, NCC, രാജ്യ പുരസ്കാർ, സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ, ലിറ്റിൽ കൈറ്റ്സ് അത്തരത്തിൽ ഏതാണോ ബാധകമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. സർട്ടിഫിക്കറ്റ് ടൈപ്പ് അത് സെലക്ട് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് നമ്പറും സർട്ടിഫിക്കറ്റ് ഡേറ്റും ഇഷ്യൂ അതോറിറ്റിയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ NTSC, NMMSC, LSS അങ്ങനെയുള്ള മാത്ത് ഫെയർ, IT ഫെയർ, അതുപോലെ ക്ലബ്ബുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സർട്ടിഫിക്കറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള കാറ്റഗറിയിൽ അപ്ലോഡ് ടൈപ്പ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമാണ് ഉള്ളത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ സൈസ് കുറച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കംപ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ വരുമെന്നുള്ളത് ശ്രദ്ധിക്കുക. തുടർന്ന് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്താം. അതിനുശേഷം നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി ഇവിടെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമായി. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതും ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് കീപ്പ് ചെയ്യാവുന്നതുമാണ്. ഈ പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ സ്കൂളുകളിൽ നൽകേണ്ടതില്ല, നമ്മുടെ കൈവശം കീപ്പ് ചെയ്താൽ മതിയാവുന്നതാണ്. ഫൈനൽ സബ്മിഷൻ നടത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി ആവശ്യമെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് വരുത്താവുന്നതാണ്. ഓപ്ഷൻസ് അടക്കം മാറ്റാനുള്ള അവസരം അന്നേരം ലഭ്യമാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് എഡിറ്റ് ഓപ്ഷൻ കൊടുത്താൽ ഫൈനൽ സബ്മിഷൻ നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച്. നന്ദി, നമസ്കാരം.